ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് 200 താഴെയുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്റ്റുകൾ. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ പ്രോഡക്റ്റുകളാണ്, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഐറ്റം എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിനുള്ളിൽ വേറൊരു ബോക്സ്. ഞാനോർത്ത് ഇത്രയും വലിയ ബോക്സിനകത്ത് വലിയൊരു സാധനമായിരിക്കുമെന്ന്. പക്ഷേ അതിൻ്റെ ചെറുത് നമ്മളെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടുകാരൊക്കെ. അങ്ങനെ ഞാനത് തുറന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ എന്തുവാ, നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ട്രേ ആണ്. അപ്പോൾ ട്രേ ഞാനിങ്ങനെ പൊളിച്ച് വലിച്ച് ഒക്കെ എടുത്ത സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ താഴെ പോയി. എല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ താഴെ പോയി. അങ്ങനെ ഞാനത് വീണ്ടും സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. 153 രൂപയ്ക്ക് ലാഭമാണ്. ഈ പിള്ളേരൊക്കെ ഈ ഐസ്ക്രീമിന് വേണ്ടി കരയുമ്പോഴൊക്കെ അമ്മമാർക്ക് തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐസ്ക്രീം ഒഴിച്ചിനകത്ത് ഫ്രീസറിൽ വെച്ച ഐസ്ക്രീമായി ഹെൽത്തി ആയിട്ട്. അപ്പം പിള്ളേരെല്ലാം അമ്മമാരും മേടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത പ്രോഡക്റ്റ് എടുത്തു. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതും ഞാൻ ഇതുപോലെ തന്നെ ആഗ്രഹിക്കുകയല്ല, ഒരു ക്യൂരിയോസിറ്റിക്ക് മേടിച്ച പ്രോഡക്റ്റാണ്. അങ്ങനെ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ പിന്നെയും വേറൊരു ബോക്സ്. ചേടാ, ഇവരെന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അതും വലിച്ച് പൊട്ടിച്ചെടുത്തപ്പോഴെന്താ, ബർഗർ. പക്ഷെ ഞാൻ തലരിച്ചാണ് തുറന്നത്, ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞാനത് കണ്ട് വേണോ കഴിച്ചു. നല്ല ബർഗറിൻ്റെ അതേ ഷേപ്പ്. അങ്ങനെ അതിൻ്റെ കവറെല്ലാം ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് വലിച്ച് എടുത്തപ്പം ചെറുതിയെ പെയിൻറ്റ് പോയിട്ടുണ്ട് സൈഡിൽ. കുഴപ്പമില്ല, പ്രശ്നമല്ല. അങ്ങനെ ഞാനത് തുറന്നു നോക്കിയപ്പോഴേക്കും അതിനകത്തൊരു സ്പൂണും ഒരു കോർക്കും ഉണ്ട്. അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ്, 2 അപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ 3 അപ്പാർട്ട്മെൻറ്റ് പോലെയായിട്ട് സ്നാക്സ് വെക്കാം. ഇതിപ്പം ലഞ്ച് ബോക്സായിട്ട് ഉപയോഗിച്ചുകൂടാ, കാരണം പ്ലാസ്റ്റിക്കാണ്. സ്നാക്സ് ബോക്സായിട്ട് ഉപയോഗിക്കാം, നല്ലതാണ്, കുഴപ്പമില്ല. 160 രൂപ, കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ്. അങ്ങനെ അടുത്ത ഐറ്റം ഞാൻ അൺബോക്സ് ചെയ്യുന്നു. മീഷോ എന്നാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? എന്നാൽ സംശയിക്കേണ്ട, കട്ടിംഗ് ബോർഡാണ്. ഇത് വെറും ലാഭത്തിൽ മേടിച്ചൊരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. 113 രൂപ. വുഡ് എന്നൊക്കെ എഴുതിയേക്കുന്നത്, പക്ഷേ വുഡൊന്നും അല്ല, പ്ലൈവുഡാണ്. കുഴപ്പമില്ല, പ്ലൈവുഡ് അധികം യൂസ് ചെയ്തുകൂടാ. എന്നാലും 113 രൂപയ്ക്ക് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് പച്ചക്കറികൾ അറിയാനൊക്കെ പറ്റും. കുഴപ്പമില്ല, നല്ല പ്രോഡക്റ്റ്. അങ്ങനെ വീണ്ടും ഞാൻ അവസാനത്തെ ബോക്സ് തുറന്നപ്പോൾ അതിലെന്തുവാ, വെജിറ്റബിൾ കട്ടറാണ്. വെജിറ്റബിൾ കട്ടർ ഞാൻ അങ്ങനെ അൺബോക്സ് ചെയ്ത് എടുത്തു. എനിക്ക് ആദ്യം ഉണ്ടായിരുന്നിങ്ങനെ നമ്മൾ വലിക്കുന്ന ടൈപ്പാണ് വള്ളിയുള്ളത്. അത് ഞാൻ വലിച്ച് വള്ളിയെല്ലാം പൊട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു പ്രസ് ചെയ്യുന്ന ടൈപ്പ് മേടിക്കാമെന്ന്. അങ്ങനെ മേടിച്ചതാണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ബ്ലേഡിൻ്റെ കാര്യത്തിലാണ് സംശയം, മൂർച്ചയുണ്ടോ ഇല്ലയോ എന്നറിയാം. ഞാൻ 190 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. അങ്ങനെ അതിന് ഞാൻ വെച്ച് പ്രസ്സൊക്കെ ചെയ്ത് നോക്കി. പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ സൈഡിലായിട്ട് ഞാൻ ലോക്ക് അൺലോക്ക് എന്ന് പറഞ്ഞ് ഒരു ഇത് കണ്ടു. അത് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് ലോക്ക് ചെയ്യുന്നത്, എന്തിനാണ് അൺലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നോക്കിയിട്ടൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെ അവസാനമല്ലേ അത് പിടികിട്ടി എന്താ സംഭവമെന്ന്. അങ്ങനെ ഞാനത് ഊരി. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് അൺലോക്ക് ചെയ്യുന്നത്, ഇത് അടച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊക്കത്തിലെ ഇത് അടച്ച് കഴിയുമ്പോഴേക്കും അത് അൺലോക്ക് ആക്കിയിട്ടാൽ അത് തുറന്നു പോകും. ലോക്കാക്കിയിട്ട് ഇതുപോലെ അടഞ്ഞിരിക്കും. അതിന് വേണ്ടിയാണ്. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഞാൻ കുറേ സമയമെടുത്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഷോയൊക്കെ കാണിച്ച് ഒന്നുകൂടെ പ്രസ്സൊക്കെ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല, പ്ലീസ് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.